മീനാക്ഷിയുടെ കുഞ്ഞോ? ഹ്, അതിന് മീനാക്ഷി പ്രസവിച്ചിട്ടില്ലല്ലോ. മറ്റാരുടെയോ ഒരു കുഞ്ഞിനെ അവൾ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇവിടെ അല്ലല്ലോ ഉള്ളത്, ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്താ ആ കുഞ്ഞിനെ അച്ഛൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ആ കൊച്ചിന്റെ കാര്യം ഞാനോ അച്ഛനോ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് ചെമ്പകമംഗലത്തിലെ കുഞ്ഞല്ലേ, അപ്പോ അത് അവിടെ തന്നെ കാണും. നീ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കൈവിട്ട കളികൾ കളിക്കുമ്പോ അത് ആരോടാണെന്നും പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ചും നീ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അങ്ങനെ കൈവിട്ട കളികൾ കളിക്കുമ്പോ മറ്റ് ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കാനേ പാടില്ലല്ലോ അച്ഛാ. മാധവ മന്ദിരത്തിലെ ഈ നിൽക്കുന്ന മാധവ നമ്പ്യാർ എന്ന എന്റെ അച്ഛന് ഞാനുൾപ്പെടെ മക്കള് 3. അതിലിപ്പോ 2 പേര് ജീവിച്ചിരിപ്പില്ല. അതിന് കാരണക്കാരായവർ ചെമ്പകമംഗലത്തുള്ളവരാ. ഉണ്ടായിരുന്ന ഒരു ആൺതരി ഉൾപ്പെടെ 2 ജീവനുകൾ അവരെടുത്തത്. അങ്ങനെ വരുമ്പോ ഞാനല്ല, എന്റെ ഈ നിൽക്കുന്ന അച്ഛനാ പ്രതികാരവുമായി മുന്നിട്ടിറങ്ങേണ്ടത്. അച്ഛൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാ ഞാൻ മുന്നിൽ നിന്ന് പോരാടുന്നത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പകയുമായിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതിന് എനിക്ക് പകയാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞ്? പകയല്ല, തിരിച്ചറിവ. കാർത്തിക് എന്ന് പറയുന്നവൻ എന്റെ സഹോദരന്റെ മകനായിരിക്കും. അവന്റെ രക്തത്തിൽ കൂടുതൽ കലർന്നിരിക്കുന്നത് ചെമ്പകമംഗലത്തുള്ളവർ കുത്തിവെച്ചിരിക്കുന്ന വിഷവാ. അതുകൊണ്ട് ഞാൻ അവനെ മുന്നേ തള്ളിക്കളഞ്ഞു. പക്ഷെ മീനാക്ഷി, അവൾക്കെവിടെയോ അച്ഛന്റെ മകളുടെ, അതായത് എന്റെ അനുജത്തി മാധുരിയുടെ നന്മകൾ അവളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ ചെമ്പകമംഗലത്തെ നന്ദിനിയുടെ വളർത്തുമകളായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്കൊരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ ഞാനുണ്ട്. അങ്ങനെ സ്നേഹം കൊടുത്തും വാങ്ങിയും മീനാക്ഷി ജീവിക്കേണ്ടത് ഇവിടെയാ. അവളെ നീ എത്ര അധികം സ്നേഹിച്ചാലും അവൾ ഇവിടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാധുരിയുടെ സ്നേഹം ഒരിക്കലും നിനക്ക് കൊടുക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയല്ലേ എപ്പോഴും വലുത്. അത് ഞാൻ അംഗീകരിച്ചു തരാം. അത് ഞാൻ അംഗീകരിക്കുന്ന പോലെ തന്നെ മൈഥിലിയുടെ കുഞ്ഞിന് ഒരിക്കലും മീനാക്ഷി അമ്മയാവില്ല എന്ന സത്യം കൂടി അച്ഛൻ അംഗീകരിക്കണം. വല്ലവരുടെയും കുഞ്ഞിന്റെ പോറ്റമ്മയായി ജീവിത അവസാനം വരെ ചെമ്പകമംഗലത്തെ മരുമകളായി നിന്ന് അവിടുത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ജീവിക്കേണ്ടവളല്ല മീനാക്ഷി.